വിശുദ്ധമത്തായി എഴുതിയ കർത്താവായ ശേഷം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇയാളുടെ അടുക്കൽ ചെല്ലുക. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ച പോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ 12 ശിഷ്യന്മാരൊത്ത് ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കപ്പെടും. അവൻ അതീവ ദുഃഖിതരായി. കർത്താവ്, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതികരിച്ചു, എന്നോടുകൂടെ പാത്രത്തിലായിരിക്കുന്ന കൈ മുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ ഇന്നും മനുഷ്യപുത്രൻ ആരും ഒറ്റിക്കൊടുക്കപ്പെടുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കപ്പെടുക്കുവാൻ യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. കൊച്ചു തണുത്തുപോയി. അങ്ങനെ നല്ല വഴി പോലെ രണ്ട് കൈ കൊണ്ട് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞടുത്ത് മുക്കി വായി വെച്ച് മറ്റേ മതി.